നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കനത്ത തിരിച്ചടിയാണ് സംസ്ഥാന സർക്കാരിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. സർക്കാർ അർദ്ധ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വാട്സ്ആപ്പ് സന്ദേശം അയച്ചതിലാണ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണിതെന്നും വീണ്ടും സന്ദേശങ്ങൾ അയക്കാൻ പാടില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഓരോ വ്യക്തിക്കും എത്ര സന്ദേശങ്ങൾ അയച്ചുവെന്ന വിവരം വിശദമായി സത്യവാങ്മൂലം നൽകണമെന്നും സർക്കാരിന് നിർദ്ദേശം നൽകി. DA വർധന, ശമ്പള പരിഷ്കരണം തുടങ്ങിയ വിഷയങ്ങളിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സർക്കാർ ജീവനക്കാർക്ക് സന്ദേശം അയച്ചത്. ഇതിനിടെ ഹൈക്കോടതി വിധി ആയുധമാക്കി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷം. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സ്വകാര്യ ഡാറ്റയെ സർക്കാർ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ഉപാധിയാക്കി മാറ്റിയെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ജീവനക്കാരെ കൂടെ കൂട്ടാൻ സർക്കാർ തട്ടിക്കൂട്ടിയ പരിപാടിയായിരുന്നോ വാട്സാപ്പിലൂടെയുള്ള ഈ മെസ്സേജുകൾ? മുഖ്യമന്ത്രിയുടെ സാമൂഹ്യ മാധ്യമ സംഘമാണോ ഈ ഡാറ്റ ഉപയോഗിച്ച് മെസ്സേജുകൾ അയച്ചത്? ഡാറ്റ ചോർച്ചയ്ക്കുള്ള അപകട സാധ്യത പൂർണ്ണമായും പ്രതിരോധിച്ചായിരുന്നോ സർക്കാർ ജീവനക്കാർക്ക് വ്യക്തിഗത സന്ദേശങ്ങൾ അയച്ചത്? കാണാം RD ശ്രാവ്. സർക്കാർ ജീവനക്കാരുടെയും മറ്റു വ്യക്തികളുടെയും സ്വകാര്യ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗം ചെയ്തുവെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ വിമർശനം. സർക്കാർ ജീവനക്കാർ സ്പാർക്കിൽ നൽകിയ വിവരങ്ങളിൽ നിന്നും നിയമവിരുദ്ധമായി ഫോൺ നമ്പർ ശേഖരിച്ച് സർക്കാരിന്റെ നേട്ടങ്ങളുടെ പ്രചാരണത്തിനായി ഉപയോഗിച്ചെന്നായിരുന്നു ഹർജിക്കാരുടെ ആരോപണം. ഇന്നു മുതൽ സന്ദേശങ്ങൾ അയക്കില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകണമെന്നും വെള്ളിയാഴ്ച മറുപടി നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങൾ ചോർന്നത് എങ്ങനെയെന്ന് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തണം. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമാന സന്ദേശങ്ങൾ ലഭിക്കാറുണ്ടെന്ന് സർക്കാർ അറിയിച്ചു. സ്പാർക്കിൽ നിന്നാണ് വിവരങ്ങൾ ലഭ്യമാക്കിയതെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. സർക്കാർ ജീവനക്കാരുടെ ഡേറ്റ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചോർത്തിയെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. CPIM-നും മുഖ്യമന്ത്രിക്കും ഡേറ്റ ചോർച്ചയിൽ പങ്കുണ്ടെന്നും VD സതീശൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ സർക്കാർ അർദ്ധ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള സന്ദേശം ലഭിച്ചത്. RDX ട്രാപ്പ് ന്യൂസ് മലയാളം. വ്യാപകമായി സർക്കാർ ജീവനക്കാരുടെ ഡേറ്റ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചോർത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. CPIM-നും മുഖ്യമന്ത്രിക്കും ഡാറ്റ ചോർച്ചയിൽ പങ്കുണ്ടെന്നും സതീശൻ പറഞ്ഞു. ഉളുപ്പുണ്ടെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കരുത് എന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ പറഞ്ഞു. സ്പ്രിംഗ്ലറിന് സമാനമായ സംഭവമാണ് ഉണ്ടായതെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. വ്യക്തിഗത വിവരങ്ങളിൽ കടന്നുകയറാൻ മുഖ്യമന്ത്രിക്കെന്നല്ല ആർക്കും അവകാശമില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അവരുടെ വാക്കുകളിലേക്ക്. വ്യാപകമായി സർക്കാർ ജീവനക്കാരുടെ, അധ്യാപകരുടെ എല്ലാവരുടെയും ഡേറ്റ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചോർത്തിയിരിക്കുകയാണ്. ഡേറ്റ എന്ന് പറയുന്നത് വിലപ്പെട്ട സ്വത്താണ്. അതറിയാത്തവരാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്നത്? CPM നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കും പങ്കുണ്ട് ഈ ഡാറ്റ ചോർച്ചയിൽ. സ്പാർക്കിൻ്റെ കയ്യിലിരുന്ന ഡാറ്റ ഒരു ഏജൻസിയുടെ കയ്യിലേക്ക് കൊടുക്കുക, സ്വന്തം PR ഏജൻസിയുടെ കയ്യിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ സ്വകാര്യതയുടെ നേരെ നടന്ന, ഓരോ വ്യക്തിയുടെയും പൗരൻ്റെയും സ്വകാര്യതയുടെ നേരെ നടന്ന ഏറ്റവും വലിയ കടന്നാക്രമണമാണ് ഇത്. മുഖ്യമന്ത്രി നേരിട്ട് അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള കടന്നാക്രമണമാണ്. തീർച്ചയായും സ്പ്രിംഗ്ലറിൽ നമ്മൾ അന്ന് ഉന്നയിച്ചതിന് സമാനമായ കാര്യമാണ്. ഒരു വ്യക്തിയുടെയും സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ അധികാരമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസും അധികാര ദുർവിനിയോഗം ചെയ്തിരിക്കുന്നു. വ്യക്തികളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല. മുഖ്യമന്ത്രിക്ക് ധാർമ്മികതയുണ്ടെങ്കിൽ അധികാരം ഒഴിയേണ്ട സമയം ഇതാണ്. ഇനി ഡാറ്റയിലേക്ക് ഇന്ന് ഹൈക്കോടതി പറഞ്ഞത് ജീവനക്കാരുടെ ഫോൺ നമ്പർ അടക്കമുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന് വ്യക്തമാക്കണം എന്നതാണ്. വ്യക്തിഗത വിവരങ്ങൾക്ക് എന്ത് സുരക്ഷയുണ്ട് എന്നും ഏതൊരാൾക്കും വിവരങ്ങൾ ലഭിക്കുമോ എന്നും ഹൈക്കോടതി ചോദിച്ചു. പ്രഥമ ദൃഷ്ട്യാ വിവരങ്ങൾ ചോർത്തിയെന്നാണ് മനസ്സിലാകുന്നതെന്നും അങ്ങനെ അല്ലെങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ആരോപണം ഗുരുതര സ്വഭാവത്തിലുള്ളതാണെന്നും വ്യാഴാഴ്ച വിശദീകരണം നൽകണമെന്നും ആവശ്യപ്പെട്ട് സർക്കാരിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ സ്പ്രിംഗ്ലർ കേസിലെ നിരീക്ഷണം വന്നത് കോവിഡ് കാലത്ത് ആരോഗ്യ വിവരങ്ങൾ അമേരിക്കൻ കമ്പനി സ്പ്രിംഗ്ലറിന് ചോർത്തിയെന്ന വാദം നിലനിൽക്കില്ല എന്നതായിരുന്നു ഹൈക്കോടതിയുടെ നിലപാട്. ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ചതിൽ നിയമവിരുദ്ധത ഇല്ലെന്നും സർക്കാർ നടപടി ദുരുദ്ദേശപരമല്ലെന്നുമായിരുന്നു കോടതിയുടെ നിരീക്ഷണം. മഹാമാരിയുടെ സമയത്ത് നിലനിന്നിരുന്ന അസാധാരണമായ സാഹചര്യങ്ങൾ സംസ്ഥാന നടപടികളെ ന്യായീകരിക്കുന്നു. എന്നാൽ മന്ത്രിസഭയുടെ അനുമതിയില്ലാതെ IT പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറി കരാറിൽ ഒപ്പിട്ടത് വീഴ്ചയാണ് എന്നും പരാമർശമുണ്ടായിരുന്നു. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സർക്കാർ ശ്രദ്ധിക്കണമെന്നും കോടതി പറഞ്ഞു. കോവിഡ് കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല നൽകിയ ഹർജി തീർപ്പാക്കിക്കൊണ്ടായിരുന്നു അന്ന് കോടതിയുടെ പരാമർശം. അത്
സ്പ്രിംഗ്ലർ അപ്പോൾ പരാമർശിക്കപ്പെട്ടത് കൊണ്ട് അതിലെന്താണ് സംഭവിച്ചതെന്ന് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. സനീഷ, ഇതിപ്പോൾ ഈ ഡാറ്റ ചോർച്ച എന്നതിനെ ഏറ്റവും അവതരിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി ലെവലിൽ പ്രതിപക്ഷം അവതരിപ്പിക്കേണ്ടത് സ്വാഭാവികമാണത്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ച് ഈ നിലയ്ക്കുള്ള ഒരു നീക്കം നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ 5,40,000 സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒറ്റയടിക്ക് അവർക്ക് DA കുടിശ്ശിക അനുവദിക്കുകയും അനുവദിച്ചു എന്ന് പറയുന്ന സന്ദേശം മുഖ്യമന്ത്രിയുടെ ഫോട്ടോയടക്കം അവരുടെ മൊബൈൽ ഫോണിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അതും ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ഉപാധിയായി തന്നെ സർക്കാരും കണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ അത് മുഖ്യമന്ത്രി കണ്ടിരിക്കുന്നു എന്നതുകൊണ്ടോ തന്നെയാണല്ലോ അതും സംഭവിച്ചിട്ടുണ്ടാവുക. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അല്ല, എനിക്കിതിനകത്ത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ, ഞാൻ പ്രതിപക്ഷത്തെ വളരെ ബഹുമാനിക്കുന്ന ഒരാളായിട്ട് പോലും എനിക്ക് എന്താണ് ഇതിനകത്തുള്ള സ്വകാര്യതാ ലംഘനം എന്ന് മനസ്സിലായിട്ടേ ഇല്ല. അതായത് ഇപ്പോൾ ഹർഷൻ ന്യൂസ് മലയാളത്തിൻ്റെ ന്യൂസ് ഡയറക്ടറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അസൈൻമെൻറ്റിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും ഒക്കെ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഹർഷൻ ന്യൂസ് ഡയറക്ടർ പിന്നെ ഔട്ട്പുട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മൊത്തം ടോട്ടൽ സ്റ്റാഫിൻ്റെ പിന്നെ ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നു ചില കാര്യങ്ങൾ അറിയിക്കാൻ. അതുപോലുള്ളൊരു പരിപാടിയല്ലേ സത്യത്തിൽ മുഖ്യമന്ത്രി, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിൻ്റെ ജീവനക്കാർക്ക് ഒരു മെസ്സേജ് അയച്ചാലുള്ളൂ എന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു സംശയമാണ് എനിക്ക് തോന്നിയത്. അല്ലേ, അത്രയല്ലേ ഉള്ളൂ? എനിക്കൊക്കെ തന്നെ തോന്നുന്നു. അല്ലേ, എനിക്കങ്ങനെയാണ് തോന്നുന്നത്. അതായത് മുഖ്യമന്ത്രി നാളെ ഇപ്പം VD സതീശനോ രമേശ് ചെന്നിത്തലയോ KC വേണുപോലോ ആയാലും മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സർക്കാർ ജീവനക്കാർ മൊത്തത്തിലുണ്ടല്ലോ സംസ്ഥാനത്ത്. അദ്ദേഹമാണല്ലോ അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഈ സംസ്ഥാനത്തിൻ്റെ സർക്കാരിൻ്റെ എല്ലാം ബോസ് അദ്ദേഹമാണല്ലോ. ചില കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി ഒരു മെസ്സേജ് അയക്കുന്നു. അത് VD സതീശനോ രമേശ് ചെന്നിത്തലയോ KC വേണുപോലോ ആരെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കുക, മുഖ്യമന്ത്രി ആയാൽ. അപ്പോൾ അവരൊരു മെസ്സേജ് അയച്ചാൽ അതിനെന്താ കുഴപ്പമെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അതായത് DA നിങ്ങൾക്ക് തരാനുള്ള ശമ്പള കുടിശ്ശികയും DA കുടിശ്ശികയും എല്ലാം തന്നിരിക്കുന്നു എന്ന് അയച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിനകത്ത് എന്താ ഈ പറയുന്ന ഡാറ്റ ചോർച്ച എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഇതിനകത്തൊരു ധാർമ്മിക പ്രശ്നമുണ്ട്. കാരണം എന്താണ്, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇങ്ങനൊരു സംഗതി ചെയ്തു. അങ്ങനെ ധാർമ്മിക പ്രശ്നം നോക്കിയാൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് DA കുടിശ്ശിക കൊടുത്തു തീർത്ത് തന്നെ കുഴപ്പമാണ് അല്ലേ. അങ്ങനെ കൊടുത്തിട്ട് അതൊരു കുറച്ച് നേരത്തെ കൊടുക്കാമായിരുന്നില്ലേ എന്ന് തോന്നുന്നു. എന്നിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചതും പ്രശ്നമാണ്. പക്ഷേ ധാർമ്മിക പ്രശ്നം വേണമെങ്കിൽ പറയാം, പ്രതിപക്ഷത്ത് നിന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എന്നല്ലാതെ ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടമൊന്നും വന്നിട്ടില്ലല്ലോ. തെരഞ്ഞെടുപ്പ് ചട്ടം ഡേറ്റ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം എന്ന് പറയാനില്ല, ഇവിടെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചട്ടലംഘനം എന്ന് പറയാനും അതിനകത്തില്ല. പിന്നെയുള്ളത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവരെല്ലാവരും പറയുന്നത് MV നികേഷ് കുമാറാണ് സർക്കാരിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏജൻസിയാണ് ഈ കാര്യങ്ങൾ, അവരുടെ കൂടെയുള്ള ആളാണ്. ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും ഒരു പ്രൈവറ്റ് ഏജൻസിയാണ് ഇത് ചെയ്യുന്നത്. സർക്കാരിൻ്റെ ഈ സംഗതികൾ ഒരു പ്രൈവറ്റ് ഏജൻസിക്ക് സർക്കാരിൻ്റെ സ്പാർക്ക്, അതായത് ശമ്പള വെബ്സൈറ്റിൻ്റെ ആ സംവിധാനങ്ങൾ എടുത്തിട്ട് ഒരു പുറത്തെ ഒരു ഏജൻസിക്ക്, മെറ്റയ്ക്കോ ഫേസ്ബുക്കിനോ വാട്സാപ്പിനോ പുറത്തെ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്തിട്ട് അവരാണ് ഈ മെസ്സേജ് എല്ലാം പുഷ് ചെയ്തതെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന സ്വകാര്യതാ ലംഘനവും ഡാറ്റ ചോർച്ചയും എല്ലാം ഉണ്ട്. പക്ഷേ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇത് IT മിഷനാണ് അത്ര ചെയ്തത്. അത് ആലോചിച്ച് നോക്കും കറക്റ്റാണല്ലോ. കാരണം സംസ്ഥാന സർക്കാരിൻ്റെയാണ്, അല്ലാതെ CPIMൻ്റെ അല്ല, സംസ്ഥാന സർക്കാരിൻ്റെയാണ്. സംസ്ഥാന മുഖ്യമന്ത്രി എന്ന ഭരണഘടനാ പദവിയുള്ള മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് ഈ കാര്യം. അത് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള IT മിഷൻ വെച്ചിട്ട് അവരുടെ കൈവശമുള്ള സർക്കാർ ജീവനക്കാരുടെ ആകെ ഈ നമ്പരും ഇമെയിൽ അഡ്രസ്സിലേക്കും ഈ സാധനം പുഷ് ചെയ്തു. ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സ്വകാര്യതാ ലംഘനം എന്ന് വെച്ചാൽ ഇപ്പം പിന്നെ അങ്ങനെ ചെയ്യുന്ന സ്വകാര്യതാ ലംഘനമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം, നമ്മുടെ നാട്ടിലെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളെ കുറിച്ച് ആലോചിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനി അവരുടെ സ്റ്റാഫിനോട് എല്ലാവരെയും ഒന്നിച്ചറിയിക്കാൻ ഇപ്പോൾ വാട്സപ്പ് മെസ്സേജുകളിലെ ഉപയോഗിക്കുന്നത്, എല്ലാവരും ഒന്നിച്ചറിയിക്കാൻ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ തറവാട് അല്ലെങ്കിൽ ഗ്രൂപ്പുകളില്ലേ, കുടുംബ ഗ്രൂപ്പുകൾ പോലും അവരുടെ ഒരു അഡ്മിൻ ഉണ്ടാവും. ആ അഡ്മിൻ അതിനകത്തേക്ക് മെസ്സേജുകൾ പുഷ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് എന്തെങ്കിലും വലിയ കാര്യമാണെന്നല്ല, പക്ഷേ ഹൈക്കോടതി തന്നെയാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഹൈക്കോടതി ആകെ പിന്നെ അവർക്കിത് അറിയില്ലേ എന്ന് ചോദിച്ചാൽ കളിയാക്കാനൊന്നുമല്ല നിൽക്കുന്നത്. പക്ഷേ എന്നാലും എനിക്ക് സത്യത്തിൽ ഇക്കാര്യം മനസ്സിലായിട്ടേ ഇല്ല. ഇത് സ്പ്രിംഗ്ലർ പോലെയാണ് എന്നൊക്കെ പറയുന്നു. സ്പ്രിംഗ്ലറിൽ തന്നെ എനിക്ക് പിന്നെ ഈ പറയുന്ന പോലുള്ള അഭിപ്രായങ്ങളിലാണ്. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ IP അഡ്രസ്സ്, ഫോൺ നമ്പർ, മെയിൽ ID ഇതെല്ലാം ഒരു പ്രൈവറ്റ് കമ്പനിക്ക്, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള കേരളത്തിലെ സർക്കാർ ജീവനക്കാർ ഇത്ര ലക്ഷം ആളുകളുണ്ട്. ഈ ആളുകളുടെ എല്ലാം വ്യക്തിവിവരങ്ങളും ഡാറ്റയും IP നമ്പരും ഇമെയിൽ IDയും മൊബൈൽ നമ്പരും അവരുടെ വീട്ടുവിവരങ്ങളും ഇതാണ് എന്ന് പറഞ്ഞിട്ട് ബൾക്കായിട്ടൊരു പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കുന്നതല്ലേ പ്രശ്നമുള്ളൂ. അല്ലാതെ ആ ഡാറ്റ അവരുടെ കൈവശം തന്നെയുള്ള ഡാറ്റയിലേക്ക് ആ ഫോൺ നമ്പറും മെയിൽ ID എടുത്തിട്ട് കുറച്ച് മെസ്സേജ് അയച്ചാൽ എന്താണ് സ്വകാര്യതാ ലംഘനം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ ഹൈക്കോടതി നാളെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുമായിരിക്കും. ഹർഷൻ എന്താ തോന്നുന്നത്? അല്ല, അതിനകത്ത് ഇതെന്താണ് ഈ ഡാറ്റ? അത് കുറേ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഫോൺ നമ്പറാണ്, എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ഫോൺ നമ്പർ. അതിനപ്പുറത്തുള്ള ഒരു ഡാറ്റ എന്ന മട്ടിലല്ലോ ഇതിനെ കാണേണ്ടത്. ആ ഫോൺ നമ്പർ എല്ലാ ഫോൺ നമ്പറുകളിലേക്കും ബൾക്ക് മെസ്സേജ് അയച്ചു. ബൾക്ക് മെസ്സേജ് അയക്കുന്നതിന് ചില നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ട്. കാരണം അത് ട്രായുടെ നിയന്ത്രണങ്ങളുണ്ട്. ആ നിലയ്ക്കൊക്കെ മെസ്സേജുകൾ അതിന് മുൻകൂർ അനുമതി വാങ്ങേണ്ടതുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില സംഗതികളുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ഇത്
ഇതൊന്നും വാങ്ങാതെ തന്നെ എല്ലാ സർക്കാരുകളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വികസിത് ഭാരത് സമ്പർക്കുമായി ബന്ധപ്പെട്ടുള്ള 2024 മാർച്ചിൽ അത് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലെറ്ററോട് കൂടിയുടെ ബൾക്ക് വാട്സാപ്പ് മെസ്സേജുകൾ എല്ലാവർക്കും കിട്ടി. അതായത് ഈ രാജ്യത്ത് വളരെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർക്ക് മെസ്സേജ് കിട്ടുന്ന സാഹചര്യം ഒരു ഘട്ടത്തിലുണ്ടായി. അത് പ്രതിപക്ഷം അന്നേരം ആരോപണം ഉന്നയിച്ചു, ഇത് ചട്ടലംഘനമാണ് എന്നുള്ളത് പ്രതിപക്ഷം, കോൺഗ്രസ് അടക്കം പ്രതിപക്ഷം ആ ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇത് സംഭവിച്ചു. അതിനുശേഷം വിവാദമായ ഒന്നാണ് സഞ്ചാർ സാഥി ആപ്പ്. ആരോടും ചോദിക്കാതെ ഫോണിൽ ഒരു ആപ്പ് വരുന്ന സാഹചര്യം നമുക്ക് ഇവിടെ ഉണ്ടായി. ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ തെലുങ്ക് ദേശം പാർട്ടി ഇത്തരത്തിൽ ഡാറ്റ, ഈ പറഞ്ഞ പോലെ ആളുകളുടെ ഡാറ്റ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ആധാറിൻ്റെ ഡാറ്റ ഉപയോഗിച്ചു എന്നുള്ളത് വലിയ വിവാദമായി മാറിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അത് കേരളത്തിൽ ഉണ്ടായ സാഹചര്യത്തെക്കാൾ ഗുരുതരമാണ്. കാരണം എന്താ, ആധാറിൻ്റെ ഡാറ്റയാണ് അതിനുപയോഗിച്ചത്. ഇനി മറ്റൊന്ന്, പശ്ചിമ ബംഗാളിൽ മാസ് SMS ആണ് പശ്ചിമ ബംഗാളിൽ അയച്ചത്. ഈ നമ്പരെല്ലാം എവിടുന്നാണ് കിട്ടുന്നത്? ഈ വിവരങ്ങളെല്ലാം സംസ്ഥാന സർക്കാരിന് എവിടുന്നാണ് കിട്ടുന്നത്? അത് സാധാരണക്കാരുടെ ഫോൺ നമ്പറുകൾ കിട്ടുന്നത്. പിന്നെ ഇതുപോലെ നോക്കിയാൽ ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഇത് നിരന്തരം സംഭവിക്കുന്നു. ഇനി കേരളത്തിലേക്ക് നോക്കിയാൽ ഇതിനോട് താരതമ്യം ഉണ്ടോ? ഇതിന് ഞാൻ ചോദിക്കുന്നത്, സംസ്ഥാന സർക്കാരിന്റെ കൈവശമുള്ള ഫോണിലേക്ക് സംസ്ഥാന സർക്കാർ മെസ്സേജ് അയച്ചാൽ ഇല്ല. അതാ ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്. അത് മാത്രമാണോ കേരളത്തിൽ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവരെല്ലാം ഇവിടെ ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. നമുക്കൊരു ഫോൺ കോൾ വരും. ഫോൺ എടുത്തു കഴിയുമ്പോൾ, ഹലോ, ഞാൻ ഇന്നയാളാണ്, സ്ഥാനാർത്ഥിയാണ്, നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഈ കോൾ വരിക? എങ്ങനെയാണ് അവരുടെ തെരഞ്ഞെടുപ്പ് അഭ്യർത്ഥന വരിക? ഇത് എവിടെ നിന്ന് കിട്ടി ഇവർക്ക് ഈ ഡാറ്റ? എവിടുന്ന് കിട്ടി? ഈ ഡാറ്റ ഇങ്ങനെ വ്യാപകമായി പരന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാറ്റ കച്ചവടം നടക്കുന്നുണ്ട്. ഇതെല്ലാം വാസ്തവമാണ്. അതിന് കൃത്യമായി പറഞ്ഞ പോലെ നിയന്ത്രിക്കാനുള്ള ചില സംവിധാനങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഇതൊരു ഗൗരവമുള്ള വിഷയമായിട്ടും ആളുകൾ കാണുന്നില്ല. എനിക്കൊരു ഫോൺ വന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഒരു ഗൗരവമായ വിഷയം കാണുന്നില്ല. പക്ഷേ ആളുകളെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ ആ മട്ടിൽ മെസ്സേജ് അയക്കരുത്. ഇതിന് സമയം നിശ്ചയിച്ചിട്ടുണ്ട്. രാവിലെ ഇത്ര മണി മുതൽ വൈകിട്ട് ഇത്ര മണി വരെ ഇത്തരത്തിലുള്ള ബൾക്ക് മെസ്സേജുകൾ പോകരുത് എന്നൊക്കെയുള്ള നിയന്ത്രണങ്ങൾ ട്രൈഡുണ്ട്. പക്ഷേ ഇത് വളരെ സർവ്വസാധാരണമായിരിക്കെ, ബാങ്കുകളുടെ കോൾ വരുന്നത് നമുക്ക് കണ്ടിട്ടില്ലേ? ഇതിങ്ങനെ സർവ്വസാധാരണമായിരിക്കെ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരെ, അതായത് ആ സർക്കാരിൻ്റെ ഭരണത്തലവൻ, അദ്ദേഹം ഇവർക്ക് കൊടുത്തിരിക്കുന്ന DA-യുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരം ഒരു മെസ്സേജായി അവർക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റും? ഇതിൻ്റെ അകത്തൊരു കുഴപ്പം KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു. മുഖ്യമന്ത്രി കോടികളുടെ തട്ടിപ്പാട് നടത്തിയിരിക്കുന്നത് ഈ ഡേറ്റ മുഴുവൻ വിറ്റിരിക്കുകയാണെന്നൊക്കെ. അതായത് ഇതുമായി KC വേണുഗോപാൽ പറഞ്ഞെന്താ അറിയോ? സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ അഴിമതിയായിട്ട് ഇത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, കനകോല് പറഞ്ഞതുപോലെ യുക്തി കൊണ്ട് തെരഞ്ഞെടുപ്പിനെ വിജയിക്കാൻ കഴിയില്ല, വൈകാരികത ഉണർത്തിയെ വിജയിക്കാൻ കഴിയുന്നത്. ആ മട്ടിലൊരു പിടുത്തം പിടിച്ചതാണ്. അതിനപ്പുറം എന്താ അറിയോ? പക്ഷെ അതായത് ഏറ്റവും വലിയ അഴിമതി എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ അഴിമതി ഇവർ വേറെയും പറയുന്നുണ്ടല്ലോ. അപ്പൊ നാളെ അത് ആളുകൾ ചോദിക്കില്ലേ, നിങ്ങൾ ഏറ്റവും വലിയ അഴിമതി ഇതാണല്ലോ പറഞ്ഞത്? അല്ല, ഇത് എന്താണ് ഇതിനകത്ത് അഴിമതി? ആ അഴിമതി അത് വിശദീകരിച്ച് തരേണ്ട ബാധ്യത കൂടി പ്രതിപക്ഷത്തിനുണ്ട്. ഇതിലൊരു അഴിമതി ആരോപണം ഉന്നയിക്കുകയാണല്ലോ. ഇതിപ്പോൾ സ്പ്രിംഗ്ലറിൻ്റെ ആരോപണം വന്നു, പക്ഷേ അത് ഒത്തുതീർപ്പാക്കുകയായിരുന്നു. കോടതിയിൽ അത് തീർപ്പാക്കി വിടുകയാണ് ചെയ്തത് ഹൈക്കോടതി. കാരണം ആ നിലയ്ക്കൊരു അഴിമതി നടന്നിട്ടില്ല എന്നാണ് ഹൈക്കോടതി അത് തീർപ്പാക്കുമ്പോൾ പറഞ്ഞത്. ആ സമയത്ത് എന്തായിരുന്നു ചർച്ച എന്ന് ഓർമ്മയില്ലേ? സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുടെ ഒരു ലെവൽ എന്തായിരുന്നു എന്നുള്ളത്. ഇതിപ്പോൾ അതുപോലുമല്ല. സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു മെസ്സേജ് പോയി. ആ മെസ്സേജ് വലിയ ഡാറ്റ കച്ചവടവും വൻ അഴിമതിയുമാണ്, കോടികളുടെ അഴിമതി ഉണ്ടായതൊക്കെ വെറുതെ അങ്ങ് പറയുന്നത് ശരിയല്ല. കാരണം എന്താ വെച്ചാൽ ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന ആളുകളല്ലേ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ മുഴുവൻ, എല്ലാവരും ഈ ഫോൺ കൈകാര്യം ചെയ്യുന്നവരും ഈ ഡാറ്റ എന്താണെന്ന് മനസ്സിലാക്കുന്നവരും. ഓരോ കടയിലും സൂപ്പർ മാർക്കറ്റിൽ പോയി അവിടെ ഫോൺ നമ്പർ നമ്മളുടെ കൊടുക്കും. ഇതാണ് ഡാറ്റ. ഈ ഡാറ്റ ഇങ്ങനെ വ്യാപകമായി പ്രചരിക്കുകയാണ്. നമ്മളുടെ നമ്പറുകളും മറ്റു വിവരങ്ങളും എല്ലാം കാശ് കൊടുത്ത് ഡാറ്റ വാങ്ങാൻ കിട്ടുന്നു എന്നുള്ളത് നമ്മൾ ന്യൂസ് മലയാളത്തിൽ വാർത്ത ചെയ്തിട്ടുണ്ട്. ഈ നമ്പറുകൾ ഇതുപോലെ ബൾക്കായി ആളുകൾക്ക് വാങ്ങാൻ കിട്ടുന്നു എന്നുള്ളത് നമ്മളടക്കം വാർത്ത ചെയ്തിട്ടുള്ളത്. ഇത് ഇന്ത്യയിൽ പല മാധ്യമങ്ങളും അത് സംബന്ധിച്ച് വാർത്ത ചെയ്തിട്ടുള്ളതാണ്. ആ നിലയ്ക്ക് സ്വകാര്യതയെ ഗൗരവമായി കണക്കാക്കുന്ന ഒരു സമീപനം വേണ്ടത് തന്നെയാണ്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മാത്രമല്ല, ആളുകൾക്ക് ഇങ്ങനെ തോന്നിവാസം മെസ്സേജ് അയക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ഇതിനെ വലിയൊരു അഴിമതി നടന്നിരിക്കുന്നു എന്ന മട്ടിൽ വ്യാഖ്യാനിക്കുന്നതും അവതരിപ്പിക്കുന്നതും അബദ്ധമാണ്. അത് ആളുകൾക്ക് മനസ്സിലാവും. ഇവിടെ സനീഷ് പറഞ്ഞത് ധാർമ്മികതയുടെ ഒരു പ്രശ്നമാണ് സത്യത്തിൽ ഇവിടെയുള്ളത്. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിന് തൊട്ട് മുമ്പ് ഇങ്ങനെ DA കുടിശ്ശികയെല്ലാം കൊടുത്തു തീർത്തിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരെ അത് അറിയിക്കുന്നു. ഇതല്ലേ നടന്നിട്ടുള്ളൂ. സർക്കാർ ഉദ്യോഗസ്ഥരെ എല്ലാവരെയും അറിയിച്ചിരിക്കുന്നു. അവരവരുടെ ഫോണിലേക്ക് തന്നെ ഈ മെസ്സേജായി പോയിരിക്കുന്നു. ഇത് ആരാണ് പരാതിക്കാരായി വന്നത്? അവിടുത്തെ ഈ കോൺഗ്രസിൻ്റെയൊക്കെ യൂണിയൻ നേതാക്കന്മാരാണ് ഇതിൽ പരാതിക്കാരായി വന്നത്. അതായത് ഇതിങ്ങനെ മെസ്സേജ് വന്നിരിക്കുന്നു എന്ന്. ഇതും ഇതിനെക്കുറിച്ച് സർക്കാരിനൊരു ബോധ്യം ഉണ്ടാവില്ലേ? ഞങ്ങൾ ഈ അയക്കുന്നത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ യൂണിയൻ നേതാക്കൾക്ക് കൂടിയാണ്
സർക്കാർ സംഘടനാ നേതാക്കന്മാർക്ക് കൂടിയാണ് എന്നുള്ള ബോധ്യം സർക്കാരിനും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനകത്ത് ഇതേതെങ്കിലും കമ്പനിക്ക് കൊടുത്തിട്ട് ആ രീതിയിൽ ഇത് നടപ്പാക്കുമെന്ന് ഞാനും കരുതുന്നില്ല. പിന്നെ ഒരു പ്രശ്നമുള്ളത്, ഇപ്പം എല്ലാവരുടെയും മെസ്സേജ് സർക്കാർ ഉദ്യോഗസ്ഥർ നമ്പർ എടുത്തിട്ട് അതിനകത്തേക്ക് അരിവാൾ ചുറ്റുക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യുക എന്ന് എഴുതിയാൽ വളരെ മോശമായിരിക്കും. ഇത് എനിക്ക് മനസ്സിലായില്ല സർക്കാർ ശമ്പളം കൊടുത്തു എന്ന് പറയുന്നത്. അതാണ്, അതായത് പിന്നെ വേറൊരു പ്രശ്നമുള്ളത്, ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന ബൾക്ക് മെസ്സേജ് അയക്കുന്നത് തന്നെ കുഴപ്പമാണ്. അത് ഡാറ്റ ചോർച്ചയുടെ ലക്ഷണമാണ് എന്നാണ് പ്രതിപക്ഷം വിചാരിക്കുന്നതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഈ ആളുകളുടെ മെസ്സേജിലേക്ക്, കഴിഞ്ഞ ഇലക്ഷനിൽ എനിക്ക് ഓർമ്മയുണ്ട്, കോൺഗ്രസിൻ്റെയും എല്ലാ സ്ഥാനാർത്ഥികളുടെയും ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ഒക്കെ വിളികൾ റെക്കോർഡ് ചെയ്ത സംഭാഷണങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ലേ നമുക്ക് ഫോണുകൾ? അതെ ഉണ്ട്. അത് മാത്രമല്ല, ഇത്തവണ വേറൊരു കാര്യമുണ്ട്. കുറേ സർവീസ് പ്രൊവൈഡേഴ്സ് ഈ ട്രായുടെയൊക്കെ നിർദ്ദേശപ്രകാരം ഈ കാര്യത്തിൽ കുറേ നിയന്ത്രണം വരുത്തിയിട്ടുണ്ട്. ചിലർ മാത്രമേ ഇപ്പോൾ ഇത് ചെയ്യുന്നുള്ളൂ. പക്ഷേ 1-2-3 സർവീസ് പ്രൊവൈഡേഴ്സ് ഇപ്പോഴും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം തന്നെയുണ്ട്. ഒരു കാര്യം, അതായത് ഈ പ്രതിപക്ഷം ഇത്രയും ഗൗരവമായിട്ട് എടുത്ത് ഇലക്ഷന് ശേഷം മതി സർക്കാർ കിട്ടിയാലും ഇല്ലെങ്കിലും പ്രതിപക്ഷം എടുക്കേണ്ടതൊരു കാര്യം എനിക്ക് തോന്നുന്നത്, എൻ്റെ ഫോണിലേക്ക് ഈ ബാങ്കുകാരുടെ വിളി എത്ര തവണ ബ്ലോക്ക് ചെയ്താൽ അവർ മറ്റു നമ്പറിൽ നിന്ന് വിളിക്കുകയാണ്. ലോൺ ആവശ്യമില്ല, അതുകൊണ്ട് ലോൺ ആവശ്യമില്ലാത്ത ആളുകൾക്ക് നിങ്ങൾ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തരുന്നുള്ള കാര്യം, അതിനുവേണ്ടി എന്തെങ്കിലും പ്രതിപക്ഷവും ഈ പറയുന്ന ആ കാലത്തെ ഭരണപക്ഷവും ആ കാലത്തെ പ്രതിപക്ഷവും എല്ലാം കൂടി ചേർന്ന് എന്തെങ്കിലും ഈ ഡാറ്റയൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതൊക്കെയാണ് അന്വേഷിക്കേണ്ടതല്ലോ, അല്ലേ? അതെ, സത്യം. സ്വകാര്യത ഒരു അടിസ്ഥാന മനുഷ്യാവകാശമാണ്. ജനങ്ങളുടെ വിശ്വാസം നിലനിർത്താനും അവരുടെ വിവരങ്ങൾ സുരക്ഷിതമായാണ് കൈകാര്യം ചെയ്യപ്പെടുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതൊക്കെയുണ്ട്. സർക്കാർ ഡാറ്റ ചോർന്നു എന്ന തരത്തിലുള്ള പ്രതിപക്ഷ ആരോപണം വളരെ ഗൗരവമുള്ളത് തന്നെയാണ്. പരമ്പരാഗതമായ രീതികൾക്ക് പകരം സോഷ്യൽ മീഡിയ വഴി ഓരോ വ്യക്തിയിലേക്ക് നേരിട്ടെത്തിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കത്തിനാണ് ഇന്നത്തെ ഹൈക്കോടതി ഉത്തരവിലൂടെ ഒരു തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ഒരു ഇടനിലക്കാരനും ഇല്ലാതെ ഭരണത്തലവൻ നേരിട്ട് ജീവനക്കാരോട് സംസാരിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാനും സർക്കാർ ഇത്തരം സന്ദേശങ്ങളിലൂടെ ലക്ഷ്യം വയ്ക്കുന്നുണ്ടാവാം. ജീവനക്കാരും ഈ പെൻഷൻകാരും അടക്കം 10 ലക്ഷത്തിലേറെ പേരാണ് DA വർധനവിൻ്റെയും ശമ്പള പരിഷ്കരണത്തിൻ്റെയും ഗുണഭോക്താക്കളായിട്ടുള്ളത്. ഈ വരാൻ സർക്കാരിന് അനുകൂല വികാരം ഉണ്ടാക്കുമെന്ന ബോധ്യത്തിലാണ് ഡാറ്റ ചോർച്ച എന്നൊരു വ്യാജ പ്രതീതി ഉണ്ടാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നാണ് സർക്കാരിൻ്റെ പ്രതിരോധം. മുഖ്യമന്ത്രിയുടെ പേരിൽ വന്ന സന്ദേശം ഡിജിറ്റൽ വ്യക്തി വിവര സുരക്ഷാ നിയമത്തിൻ്റെ ലംഘനമാണെന്ന പ്രതിപക്ഷ വിമർശനം ചർച്ച ചെയ്യപ്പെടണം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സ്വകാര്യ ഡാറ്റയെ സർക്കാർ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ഉപാധിയാക്കി മാറ്റി എന്ന ആരോപണം ഗൗരവത്തിലെടുക്കട്ടെ. പക്ഷേ നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും സന്ദേശങ്ങൾ ഫോണിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഡാറ്റ ചോർച്ച ആരോപിക്കാത്തത് എന്ന ചോദ്യവും പ്രസക്തമാണ്. കോവിഡ് കാലത്ത് ഏറെ വിവാദമായ സ്പ്രിംഗ്ലർ കേസ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞതും ഈ സാഹചര്യത്തിൽ ഓർത്തുപോകേണ്ടതുണ്ട്. അടുത്ത വിഷയത്തിലേക്ക്.